ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ അൾട്രാ 98 ഒക്ടേൻ പെട്രോളിന്റെ വില കുറച്ചു. 2025 ജനുവരി 1 മുതൽ മാർച്ച് 31 വരെ അൾട്രാ 98 ഒക്ടേൻ ഗ്യാസോലിൻ വില ലിറ്ററിന് 200 ഫിൽസായി കുറച്ചുവെന്ന് സ്റ്റേറ്റ് സബ്സിഡി അവലോകന കമ്മിറ്റി അറിയിച്ചു. നേരത്തെ ഇത് ലിറ്ററിന് 205 ഫിൽസായിരുന്നു. ഇതിൽ നിന്നും നേരിയ കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2024 ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയായിരുന്നു ഈ നിരക്ക് പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നത്. പ്രീമിയം 91 ഒക്ടേൻ ഗ്യാസോലിൻ ലിറ്ററിന് 85 ഫിൽസ്, സ്പെഷ്യൽ 95 ഒക്ടേൻ ലിറ്ററിന് 105 ഫിൽസ്, ഡീസലും മണ്ണെണ്ണയും ലിറ്ററിന് 115 ഫിൽസ് എന്നിങ്ങനെ മറ്റ് ഇന്ധനങ്ങളുടെ വിലയും കമ്മിറ്റി നിലനിർത്തിയെന്നും അൽ അൻബാർ റിപ്പോർട്ട് ചെയ്തു. ഗൾഫിൽ നിന്നും വന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിലായി. ഗൾഫിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് പ്രതികൾ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. എടക്കഴിയൂരുള്ള വീട്ടിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള ലോഡ്ജിൽ തടങ്കലിൽ വെച്ചും വാടാനപ്പള്ളി ബീച്ചിലും വെച്ച് മർദ്ദിച്ച കേസിലാണ് 4 പ്രതികൾ പിടിയിലായത്. കുവൈറ്റിൽ ഇനി മുതൽ രാത്രി സമയങ്ങളിലും സർക്കാർ ഓഫീസ് സേവനങ്ങൾ ലഭ്യമാകും. രാജ്യത്ത് ഈവനിംഗ് ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കിയതോടെയാണിത്. ഇതുപ്രകാരം മന്ത്രാലയങ്ങളും സർക്കാർ ഏജൻസികളും സായാഹ്ന ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കിയതായി സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു. ഏതൊക്കെ ഓഫീസുകൾ സായാഹ്ന ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കണമെന്നും ഈ ഷിഫ്റ്റിൽ ആരൊക്കെ ജോലി ചെയ്യണമെന്നുമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാരുടെ പേരും നമ്പറും സഹിതം സിവിൽ സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും വൈകുന്നേരത്തെ ഷിഫ്റ്റ് പ്രവർത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട അധികാരികളും സ്ഥാപനങ്ങളും സായാഹ്ന ഷിഫ്റ്റിനായി നിയോഗിക്കപ്പെട്ട ജീവനക്കാരുടെ പേരുകൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. സർക്കാർ മേഖലയിലെ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് അനുസൃതമായാണ് സായാഹ്ന ഷിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. നടപടിക്രമങ്ങൾ ലഘൂകരിച്ചും പൊതുജനങ്ങൾക്ക് അനുയോജ്യമായ വിവിധ സമയങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാക്കിയും തങ്ങളുടെ ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിന് പൗരന്മാർക്കും താമസക്കാർക്കും കൂടുതൽ സാവകാശം നൽകാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു. സൗദി അറേബ്യയിൽ സുരക്ഷാ നിരീക്ഷണ ക്യാമറകൾ ഉപയോഗിക്കുന്നതിനുള്ള നിയമത്തിലെ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശവുമായി ആഭ്യന്തര മന്ത്രാലയം. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. CCTV ക്യാമറകളിലെ റെക്കോർഡിംഗുകൾ നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്യുകയോ അവ മാധ്യമങ്ങളിലോ സാമൂഹിക മാധ്യമങ്ങളിലോ മറ്റോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതും നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും മന്ത്രാലയം അറിയിച്ചു. നിയമത്തിലെ ഈ വ്യവസ്ഥ ലംഘിക്കുന്നവർക്ക് 20,000 റിയാലായിരിക്കും പിഴ. ഇതുപോലെ നിരീക്ഷണ ഉപകരണങ്ങളോ റെക്കോർഡിംഗുകളോ കേടുവരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതും ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. ഇത്തരം കേസുകളിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന ആർക്കും 20,000 റിയാൽ വരെ പരമാവധി പിഴ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിയമം അനുശാസിക്കുന്ന സാങ്കേതിക സവിശേഷതകൾ പാലിക്കാത്ത ഓരോ സുരക്ഷാ നിരീക്ഷണ ക്യാമറയ്ക്കും മറ്റ് സുരക്ഷാ ഉപകരണങ്ങൾക്കും അത് സ്ഥാപിച്ച വ്യക്തിയിൽ നിന്നും 500 റിയാൽ പിഴ ഈടാക്കും. നിയമത്തിലെ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷനുകൾ അനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാത്ത ഓരോ സുരക്ഷാ നിരീക്ഷണ ക്യാമറയ്ക്കും ഉപകരണത്തിനും 1000 റിയാൽ പിഴ ചുമത്തും. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുന്നതിനിടെ മദീനയിൽ കനത്ത മഴ. ജനുവരി 6 തിങ്കളാഴ്ച പുലർച്ചെ മദീന നഗരം ആലിപ്പഴ വർഷത്തിനും ഇടിമിന്നലിനും ശക്തമായ മഴയ്ക്കുമാണ് സാക്ഷ്യം വഹിച്ചത്. ജിദ്ദയിലും മക്കയിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി വിഭാഗം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലുണ്ടാകുമെന്ന പ്രവചനങ്ങൾക്കിടയിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ശനിയാഴ്ച പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള താഴ്വരകളും സ്ഥലങ്ങൾ ഒഴിവാക്കാനും പ്രത്യേകിച്ച് നീന്തലിനായി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുക്കാനും ആവശ്യപ്പെട്ടു. ബുധനാഴ്ച വരെ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഇടിമിന്നലുണ്ടാകുമെന്നത് പ്രവചിക്കപ്പെട്ടതിനാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത നിർദ്ദേശങ്ങൾ ആളുകൾ ശ്രദ്ധിക്കണമെന്നും സിവിൽ ഡിഫൻസ് അഭ്യർത്ഥിച്ചു. സൗദി സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വൈകിപ്പോകൽ തുടർക്കഥയാകുന്നു. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് നിന്നും റിയാദിലേക്കുള്ള വിമാനമാണ് വൈകിയത്. പൈലറ്റ് എത്താൻ വൈകിയത് കൊണ്ട് 6 മണിക്കൂർ വൈകിയാണ് വിമാനം പുറപ്പെട്ടത്.
കരിപ്പൂരിൽ നിന്നും ശനിയാഴ്ച രാത്രി 8 മണിക്ക് റിയാദിലേക്ക് പുറപ്പെടേണ്ട IX321 വിമാനം ഞായറാഴ്ച പുലർച്ചെ 2 മണിക്കാണ് യാത്ര തിരിച്ചത്. അപ്പോഴേക്കും 6 മണിക്കൂർ വൈകി. അതിന് 3 മണിക്കൂർ മുമ്പേ എയർപോർട്ടിൽ എത്തിയതിനാൽ സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന 300ഓളം യാത്രക്കാർ ആകെ 9 മണിക്കൂറാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ മാത്രം ദുരിതമനുഭവിച്ചത്. വൈകി പുറപ്പെട്ട വിമാനം റിയാദിലെത്തിയത് പിറ്റേന്ന് വളരെ വൈകിയാണ്. ഇതുമൂലം ഞായറാഴ്ച ജോലിയിൽ ഹാജരാകേണ്ട നിരവധി ആളുകൾക്കും സ്കൂളിലെത്തേണ്ട വിദ്യാർത്ഥികൾക്കും അതെല്ലാം മുടങ്ങി. സൗദി സ്കൂളിൽ ശൈത്യകാല ഹ്രസ്വ അവധി കിട്ടിയതിനാൽ നിരവധി കുടുംബങ്ങൾ അവധിക്കാലം ചെലവഴിക്കാൻ നാട്ടിലേക്ക് പോയിരുന്നു. കുറഞ്ഞ ദിവസത്തെ അവധിക്ക് ശേഷം തിരിച്ചുള്ള യാത്രയിലാണ് ഈ ദുരനുഭവമുണ്ടായത്. സൗദി വിമാനത്താവളങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വാർഷിക പ്രവർത്തന നിരക്ക് ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ രേഖപ്പെടുത്തി. 2024 യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് നേട്ടമാണ് എയർപോർട്ട് കൈവരിച്ചത്. 2023 അപേക്ഷിച്ച് 14% വളർച്ചയും രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം വിമാനത്താവളം വഴി സർവീസ് നടത്തിയ യാത്രക്കാരുടെ എണ്ണം 49.1 ദശലക്ഷത്തിലധികമാണെന്നും അധികൃതർ അറിയിച്ചു. മൊത്തം ഫ്ലൈറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവും എയർപോർട്ട് റിപ്പോർട്ട് ചെയ്തു. 2,78,000-ലധികം പറക്കലുകളാണ് വർഷം നടത്തിയത്. മുൻ വർഷത്തേക്കാൾ 11% വർധനവ് ഈ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. കൂടാതെ 21% പ്രവർത്തന വളർച്ചയോടെ 47.1 ദശലക്ഷം ബാഗുകൾ വിമാനത്താവളം കൈകാര്യം ചെയ്തു. 1,74,600-ലധികം യാത്രക്കാർക്ക് സേവനം നൽകിയ 2024 ഡിസംബർ 31 വിമാനത്താവളത്തിലെ ഏറ്റവും തിരക്കേറിയ ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 ഡിസംബർ മാസം വിമാനത്താവളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തിരക്കേറിയ മാസമായും മാറി. 4.7 ദശലക്ഷം യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം അവസാന മാസത്തിൽ എയർപോർട്ട് ഉപയോഗിച്ചത്. എമിറേറ്റ്സ് A380 വിമാനം അപകടത്തിൽപ്പെട്ട് തകർന്നു വീഴുന്ന ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ വ്യാജമായി നിർമ്മിച്ചതാണെന്നും അതിലെ ഉള്ളടക്കം കെട്ടിച്ചമച്ചതും അസത്യവുമാണെന്നും എയർലൈൻ അധികൃതർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയെക്കുറിച്ചുള്ള പ്രതികരണത്തിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ നീക്കം ചെയ്യുകയോ തെറ്റായതും ഭയപ്പെടുത്തുന്നതുമായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ഒഴിവാക്കാൻ ഡിജിറ്റലായി സൃഷ്ടിച്ച ഫുട്ടേജാണ് അതെന്ന് വ്യക്തമാക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തങ്ങൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും എയർലൈൻസ് അധികൃതർ അറിയിച്ചു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങളിൽ നിന്നും പ്രതികരണം ലഭിച്ചിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. 2025 ജനുവരിയിലെ കണക്കനുസരിച്ച് 116 എയർബസ് A380 വിമാനങ്ങൾ എമിറേറ്റ്സ് എയർലൈൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഈ മോഡൽ വിമാനങ്ങൾ ഏറ്റവും കൂടുതലുള്ളതും എമിറേറ്റ്സ് എയർലൈൻസിലാണ്. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സുരക്ഷയാണ് പ്രാധാന്യമെന്നും എയർലൈൻസ് അറിയിച്ചു. ഇത്തരം കാര്യങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കമ്പനി കൈകാര്യം ചെയ്യുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.